സ്കൂൾ സമയമാറ്റത്തിൽ എതിർപ്പുന്നയിച്ച മുസ്ലിം സംഘടനകളെ അനുനയിപ്പിക്കാൻ CPIM കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് ചർച്ചകൾ നടത്തി. സമയമാറ്റത്തിൽ സർക്കാർ സമവായമുണ്ടാക്കണമെന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ ചർച്ച പ്രഹസനമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം വിമർശിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ മുസ്ലിം സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും തീരുമാനം മാറ്റില്ലെന്ന നിലപാടിലാണ് സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് MV ഗോവിന്ദൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കോഴിക്കോട് മർക്കസിലെത്തി കണ്ടത്. സമസ്തയുടെ ഇരുവിഭാഗങ്ങളും മറ്റു മുസ്ലിം സംഘടനകളും സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം സംഘടനകളുടെ കൂട്ടായ പ്രതിഷേധമുണ്ടാകുന്നതിലെ അപകടം തിരിച്ചറിഞ്ഞാണ് പാർട്ടി സെക്രട്ടറിയുടെ നീക്കം. തുറന്ന ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണമെന്ന് MV ഗോവിന്ദനെ കാന്തപുരം അറിയിച്ചെന്നാണ് വിവരം. എന്നാൽ ഈ വിഷയത്തിൽ ചർച്ചയെ നടന്നിട്ടില്ലെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. സമസ്തയ്ക്ക് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയോ? സർക്കാർ തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗ് ഇന്നും വിമർശനം ഉന്നയിച്ചു. ചർച്ചയ്ക്ക് മുമ്പ് തന്നെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയെന്ന ലീഗ് ജനറൽ സെക്രട്ടറി PMS സലാം ആരോപിച്ചു. ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ടാകുമ്പോൾ ചർച്ച നടക്കും. ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം പറയേണ്ടത്. ഇവിടെ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ചർച്ചയ്ക്ക് എന്താ അർത്ഥമുള്ളത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് കിട്ടിയില്ലെന്ന വിലയിരുത്തൽ CPIM-ലുണ്ട്. ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം ചർച്ചയാക്കിയെങ്കിലും പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന സംഘടനകളുടെ പിന്തുണ കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാനാണ് MV ഗോവിന്ദൻ തന്നെ സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.